എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നന്ദ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയ കാര്യങ്ങളൊക്കെ അതൊക്കെ ആലോചിച്ചിരുന്നപ്പോ തന്നെ നന്ദയ്ക്ക് കണ്ണ് നിറഞ്ഞു വന്നു. എല്ലാം എല്ലാം നശിച്ചുപോയി. ജീവിതമല്ല ഒരു നിമിഷം കൊണ്ട് തകർന്നു പോയത്. അതൊക്കെ ഓർത്തിഞ്ഞപ്പോ നന്ദയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. ഈ സമയം ഗൗതം മുറിയിലിരിക്കുവാണ്. ഗൗതം ഇങ്ങനെ നന്ദനെ കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിർമ്മലമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആ രംഗം അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഗൗതത്തിന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത്രയും കാലം താൻ കാത്തിരുന്ന് വെറുതെ ആയി പോയി എന്നൊരു ചിന്തയൊക്കെ ഗൗതത്തിന്റെ മനസ്സിലേക്കും വരുവാണ്. അപ്പോഴേക്കും പിങ്കി വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ഗൗതം ഈ വെള്ളം കുടിക്കാൻ പറയണം. പക്ഷെ ഗൗതം രൂക്ഷമായിട്ട് നോക്കിയത് മാത്രമേ ഉള്ളൂ, കുടിച്ചില്ല. അപ്പോഴേക്കും ഗൗരിമോൾ അങ്ങോട്ടേക്ക് കയറി വന്നു. ഗൗരിമോളെ കണ്ട നന്ദി ചെയ്തിട്ട് ചോദിച്ചു, ആഹാ ഗൗരിയോ തനിച്ചാണോ വന്നേന്ന് ചോദിക്കോ. അല്ല, നളിനി ആന്റിയുടെ കൂടെയാ വന്നേന്ന് പറയാണ്. പിങ്കി വെച്ചു, ഇതാണോ മോന്റെ ഗൗരി എന്ന് ചോദിക്കണം. അതെ ഇതമ്മയെന്ന് പറയണം. പിന്നീട് പിങ്കി പറഞ്ഞു, ആ കൊള്ളാലോ. അതെ മോളുടെ അമ്മ വന്നിട്ടുണ്ടോന്ന് ചോദിക്കാം. അതെ എന്റെ അമ്മയുണ്ടെന്ന് പറയണ. ഒരു കാര്യം ചെയ്യാം, അമ്മ പുറത്തുണ്ടെന്ന് പറയണ. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് പിങ്കി പറഞ്ഞു, ആ അങ്ങനെയാണെങ്കിൽ എനിക്ക് അമ്മയോട് ഒരു താങ്ക്സ് പറയണം. നന്ദുന്റെ പപ്പാനെ രക്ഷിച്ചാനെന്ന് പറയാ. അതിനൊരു കാര്യം ചെയ്യാം, ആന്റി നേരിട്ട് പോയി അങ്ങോട്ട് പറഞ്ഞാൽ മതി എന്ന് പറയാണ്. ഈ സമയം ഗൗതം ആകപ്പാടെ കട്ടക്കളിപ്പിലിരിക്കുക. ഗൗതത്തിന്റെ അരിയിലേക്ക് വെള്ളമായിട്ട് വന്നു. ഗൗതം നല്ല വേദന എടുക്കുന്നുണ്ടായിരുന്നു. പിന്നീട് പിങ്കി പറഞ്ഞു, ഇതാ ഗൗതം ഈ വെള്ളം കുടിക്കാൻ പറയണ. പക്ഷെ ഗൗതം വെള്ളം കുടിച്ചില്ല. ഗൗതം കട്ടക്കലിപ്പിലങ്ങ് നോക്കിയതേ. എന്താ ഗൗതത്തിന് വേദന എടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം. ഗൗതം ഒന്നും മിണ്ടിയില്ല. ആ ഇരിപ്പ് കണ്ടപ്പോ തന്നെ മനസ്സിലായി നല്ല വേദന എടുക്കുന്നുണ്ടെന്ന്. പെട്ടെന്ന് നന്ദു പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഡോക്ടർ ആന്റിനെ വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ഗൗതം പറഞ്ഞു, വേണ്ട എനിക്ക് ആരെയും വിളിക്കണ്ട, എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയണം. പിങ്കി പറഞ്ഞു, എന്താ ഗൗതം ഇങ്ങനെയൊക്കെ പറയുന്നത്, ഡോക്ടർ ഒന്ന് നോക്കട്ടെ, ചിലപ്പോൾ വേദന ഉണ്ടെങ്കിൽ എന്തെങ്കിലും മെഡിസിൻ തന്നാലോ എന്നൊക്കെ പറയണം. കുറെ സമയം കഴിഞ്ഞിട്ടും കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പിങ്കി പെട്ടെന്ന് ഗൗരിയോട് ചോദിച്ചു, അല്ല മോളുടെ അമ്മ എവിടെയാന്ന് ചോദിക്കുക. പുറത്തുണ്ട് ബാ ആന്റി എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കിയുടെ കൈയും പിടിച്ച് നിങ്ങൾ പോവാണ്. ഈ സമയത്ത് നന്ദയുടെ കൈയും പിടിച്ച് അകത്തേക്ക് കയറി വരുവാണ് നന്ദൂട്ടന്. അപ്പോഴേക്കുമാണ് പിങ്കിയുടെ കൈയും പിടിച്ച് ഗൗരി അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുന്നത്. ഒരു നിമിഷം അവർ തമ്മിൽ നേർക്ക് നേരെ കാണുവാണ്. എന്താ കൺമുനി കാണുന്നത് പോലും പിങ്കിക്ക് മനസ്സിലായില്ല. നന്ദ ജീവനോടെ കൺമുനി നിൽക്കുന്നു. വിശ്വസിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. നന്ദ മരിച്ചു പോയെന്ന് കരുതിയതാണ്. ഇത്രയും വർഷമായി കണ്ടിട്ട് ആണ്ട് ഇപ്പോഴാണ് ജീവനോടെ ഇരിക്കുന്നു. അതിനേക്കാൾ ഉപരി നന്ദയുടെ മോളാണ് ഗൗരി. ഒന്നും പിങ്കിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. പെട്ടെന്ന് നന്ദ അങ്ങോട്ടേക്ക് വന്നു. നന്ദ അങ്ങോട്ട് വന്നിട്ട് പിങ്കിയുടെ നേരെ നോക്കി. എന്നിട്ട് ചോദിച്ചു, നീ ജയിച്ചില്ലേ, അവസാനം നീ നേടിയല്ലേന്ന് ചോദിക്കുകയാണ്. പിങ്കിക്ക് ഒരു ഉത്തരം പറയാനില്ല. പിങ്കി ആകെപ്പാടെ സ്റ്റക്കായ അവസ്ഥയിലാണ്. എന്താ സംഭവിച്ചുകൊണ്ടിരിക്കണേന്ന് പോലും മനസ്സിലായില്ല. പിന്നീട് നന്ദ ഒന്നും മിണ്ടാതെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അകത്തേക്ക് ചെന്ന് ഗൗതത്തിനെ പരിശോധിക്കുകയാണ്. ഗൗതത്തിനെ നോക്കിക്കൊണ്ടിരുന്നു. ഈ സമയത്ത് പിങ്കിയുടെ മനസ്സുകൂടെ പല പല ചിന്തകളും വരുവാണ്. നന്ദ അവസാനം ഇറങ്ങിപ്പോയതും താൻ പ്രഗ്നന്റ് ആയ സമയത്ത് നന്ദ തന്നെ കെയർ ചെയ്ത എല്ലാ കാര്യങ്ങളും അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും പിങ്കിക്ക് ആ പാട്ട് ടെൻഷനായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. കാരണം ഇതുവരെ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. നന്ദ തിരികെ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. നന്ദ മരിച്ചു പോയെന്ന് തന്നെ വിശ്വസിച്ചിരുന്ന പെട്ടെന്ന് ഒരു ദിവസം കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും സഹിക്കാൻ പറ്റില്ല. പിങ്കി തന്റെ താലിയിലേക്കൊന്നും മുറുക്കെ പിടിക്കുവാണ്. നഷ്ടപ്പെടുവാന്നൊരു ചിന്ത പിങ്കിയുടെ മനസ്സിലേക്ക് അങ്ങുണ്ടായി. പിന്നീട് പിങ്കി അകത്തേക്ക് കയറി വന്നു. ഈ സമയത്ത് നന്ദ ഗോതത്തിനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അതിനുശേഷം പറഞ്ഞു, ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതല്ലേ മുറിവേലൊന്നും പിന്നെ തട്ടുകയും മുട്ടുകയും ചെയ്യരുതെന്ന്. അതൊക്കെ സൂക്ഷിക്കേണ്ട കടമ കൂടെ നിൽക്കുന്ന ആൾക്കില്ലേന്ന് ചോദിക്കണം. നിങ്ങൾ നേരവണ്ണം പേഷ്യന്റിനെ നോക്കുന്നില്ലെന്നൊക്കെ ചോദിക്കുക. അപരിചിതനോട് എന്ന പോലെയാണ് നന്ദയുടെ സംസാരം. ഈ സമയത്ത് പിങ്കി ഒന്നും മിണ്ടിയില്ല. പിന്നെ നന്ദ പറഞ്ഞൊരു കാര്യം പറഞ്ഞേക്കാം, നല്ല വണ്ണം നോക്കുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പേഷ്യന്റ് റിക്കവർ ആവുമെന്ന് പറയണം. അതെ, പിന്നെ കൂടെ നിൽക്കുന്ന ഭാര്യയുടെ കടമയാ ഭർത്താവിനെ നോക്കാന്നുള്ളത്. അല്ലാതെ ഭാര്യയാന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ഭർത്താവിന്റെ ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ നോക്കേണ്ട കടമ അവളുടെയാന്ന് പറയണം. അത് ശരിക്കും പിങ്കിക്കിട്ടൊന്ന് കുള്ളിച്ച് സംസാരിച്ചാണ്. ഗൗതത്തിന് എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല. ഗൗതത്തിന് മനസ്സിലായി നന്ദ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. താനും പിങ്കിയും തമ്മിൽ ഭാര്യയും ഭർത്താവുമാണ് അവിടെ തെറ്റിദ്ധരിച്ചിരിക്കുക. അതുകൊണ്ട് എങ്ങനെയൊക്കെ പറയണേന്ന്. പിന്നീട് നന്ദ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും പിങ്കിക്ക് ആ പാടെ വിഷമമായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് പിങ്കി നന്ദയുടെ അരിയിലേക്ക് വരുവാണ്. ഈ സമയത്ത് നന്ദ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചിട്ടിരിക്കുക. പിന്നീട് നന്ദയോട് വന്നിട്ട് പറഞ്ഞു, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണെന്ന് പറയാം. ഇത് കേട്ടാൽ നന്ദ പറഞ്ഞു, സംസാരിച്ചോ കുഴപ്പമൊന്നുമില്ല. അത് പക്ഷേ പേഷ്യന്റിനെ കുറിച്ച് ആയിരിക്കണമെന്ന് മാത്രം. എനിക്കതല്ല, കുറച്ച് പേഴ്സണൽ കാര്യങ്ങളാന്ന് പറയണേ. പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല പിങ്കി. പറഞ്ഞു കേട്ടല്ലോ, അതിനുള്ള സമയം എനിക്കില്ല എന്ന് പറയാണ്. ഇത് കേട്ടതും പിങ്കി പറഞ്ഞു, നന്ദ നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള്. ഇത് കേട്ടതും നന്ദ പറഞ്ഞു, നീ എന്ത് ഉദ്ദേശിച്ചാലും എനിക്ക് കുഴപ്പമില്ല പിങ്കി.
ഒരു കാര്യം ഞാൻ തീരുമാനിച്ചുറപ്പിച്ചു. ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാൻ തലയിടാനായിട്ട് വരില്ല. അല്ലെങ്കിലും ഞാൻ എന്തിനു വരണം? അവസാനം നീ അത് നേടിയെടുത്തില്ലേ? നിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നല്ലോ ഗൗതം സാറിനെ സ്വന്തമാക്കാനെന്നുള്ളത്. അവസാനം നീ സ്വന്തമാക്കിയില്ലേ? നിനക്ക് സന്തോഷമായില്ലേ? നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുക. ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാനൊരു കല്ലികടിയായിട്ട് കയറി വരാനായിട്ട് പോകുന്നില്ല. നീ നിന്റെ കുട്ടിയൊക്കെ സന്തോഷമായിട്ട് ജീവിച്ചോളാൻ പറയണം. ഇത് കേട്ടതും പിങ്കി ചോദിച്ചു, അല്ല ഈ ഗൗരി നിന്റെ മോളാണെന്ന് ചോദിക്കണം. ഓഹോ, ഞാൻ നിന്നോട് ഇതിലായിട്ട് നിന്നെക്കുറിച്ച് അങ്ങനെ ചോദിച്ചില്ല, പിന്നെ നിനക്കത് ചോദിക്കേണ്ട കാര്യമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെയോ എൻ്റെ മോളെയെ കുറിച്ച് ചോദിക്കാണ്ട് നിനക്ക് വരേണ്ട കാര്യമില്ല. ഞാൻ നിന്നെക്കുറിച്ചൊന്നും ചോദിക്കാൻ വന്നിട്ടില്ല, നിങ്ങളുടെ ജീവിതത്തിൽ തലയിടാൻ വന്നിട്ടുമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ ജീവിതത്തിൽ തലയിടാനായിട്ട് ഞാൻ ആരെയും അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് നന്ദ അങ്ങോട്ട് കയറിപ്പോവാ. പിങ്കിക്ക് ആ പാടെ വിഷമായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിങ്കി ഓർത്തു, ഒരുപക്ഷെ ഇവള് തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുക തന്നെ. താനും ഗൗതം സാറും തമ്മിൽ ഒരു ഹരിതാർത്ഥ ബന്ധമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ ഇവളുടെ വിചാരം താന് ഗൗതം സാറിന്റെ ഭാര്യ എന്നുള്ള രീതിയില. എന്ത് ചെയ്യാൻ പറ്റും? ആ തിരുത്താനായിട്ട് പറയാന്ന് വെച്ചാൽ അതിന് പോലും നന്ദ കേൾക്കാൻ തയ്യാറാവുന്നില്ലോ എന്നൊരു ചിന്ത പിങ്കിയുടെ മനസ്സിലേക്ക് വരുവാണ്. പിന്നീട് പിങ്കി ആകെപ്പാടെ വിഷമിച്ച് ഇങ്ങനെ പോയി നിൽക്കുവാണ്. ഈ സമയത്ത് നന്ദയുടെ അരിയിലേക്ക് നിർമ്മല് വരുന്നേ. നിർമ്മല് 2 ഐസ്ക്രീമൊക്കെ മേടിച്ചോണ്ട് വന്നേ. പിന്നീട് നന്ദയോട് ചോദിച്ചു, എന്തിയെ ഗൗരിയും നന്ദോട്ടനും എന്തിയെന്ന് ചോദിക്കാം. അവരപ്പുറത്ത് കളിക്കുന്നുണ്ടെന്ന് പറയണ. പിന്നീട് അങ്ങോട്ടേക്ക് ചെന്നു. അവരെ ചെന്ന് വിളിക്കുകയാണ്. ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അവർ 2 പേരും ഓടി വന്നു. ഈ സമയം ഗൗരി പറഞ്ഞു, ഇപ്പൊ ഞാൻ ഓർത്തുള്ളൂ ഒരു ഐസ്ക്രീം കിട്ടിയാൽ കൊള്ളാലോ എന്നൊക്കെ. പോടി കള്ളി എന്നൊക്കെ പറയാണ്. അങ്ങനെ ഐസ്ക്രീം കൊടുത്തിട്ട് നിർമ്മല് പറഞ്ഞു, ഒരു ഉമ്മ തരാൻ പറയാണ്. പെട്ടെന്ന് തന്നെ ഗൗരി ഒരു ഉമ്മ കൊടുക്കുവാണ്. ഇത് കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പിങ്കി വരുന്നത്. പിങ്കി ആ കാഴ്ച കണ്ടു. നിർമ്മലിന്റെ കവളിലേക്ക് ഉമ്മ കൊടുക്കുന്ന ഗൗരീനെ. ഒരു പക്ഷേങ്കില് ഇവരും ഭാര്യ ഭർത്താക്കന്മാരായിരിക്കോ? തന്നെ ഗൗതം സാറിനെ പോലെ ഒന്നും ഓർത്തിട്ട് എത്തും പിടിയും കിട്ടില്ല പിങ്കിക്ക്. ഈ സമയം നന്ദുവിന് ഒരു ഐസ്ക്രീമുകൾ കൊടുത്തു. പിന്നീട് നന്ദയുടെ അടുത്തേക്ക് നിർമ്മല്. ഈ കാഴ്ച കണ്ടതും വല്ലാത്തൊരവസ്ഥയായിപ്പോയി പിങ്കിക്ക്. പിങ്കി ഓർത്തു, താൻ ഉദ്ദേശിച്ച പോലെ തന്നെ ഇവർ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരാന്ന് തോന്നേ എന്നൊക്കെ വിചാരിച്ചോണ്ട് പിങ്കി അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയത്ത് നിർമ്മല എന്നിട്ട് നന്ദയോട് ചോദിച്ചു, അല്ല നന്ദ, നളിനേച്ചിക്ക് അറിയാവോ ഗൗതം സാറാണ് നന്ദ ഗൗരിയുടെ അച്ഛൻ എന്നുള്ള കാര്യം അറിയാവുന്ന ചോദിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദ പറഞ്ഞു, ഇല്ല, അവരുടെ IPS കാരനാന്ന് മാത്രമേ എടുത്തുള്ളൂ, ഗൗതം സാർ എന്നുള്ള കാര്യം അറിയില്ല എന്ന് പറയാണ്. ഇത് കേട്ടതും നിർമ്മല പറഞ്ഞു, അതെന്തുകൊണ്ടാ പറയാത്തെന്ന് ചോദിക്കുക. എനിക്ക് പറയാൻ തോന്നിയില്ല, ഞാൻ എന്ത് പറയാനെന്ന് ചോദിക്കുകയാണ്. അല്ലെ തന്നെ ഞാൻ ആകപ്പാടെ തകർന്നിരിക്കുകയെന്ന് പറയണ. നിർമ്മല ചോദിച്ചു, എങ്ങനെ സഹിക്കാൻ പറ്റും നന്ദാ നിനക്ക് ഇതൊക്കെയെന്ന് ചോദിക്കുക. എനിക്കറിയില്ല, പിങ്കിയും ഗൗതം സാറും തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരത് അറിഞ്ഞ നിമിഷം തന്നെ ഞാൻ തകർന്നു പോയതാ. പക്ഷെ അത് കൺമുന്നിൽ കണ്ടു കഴിയുമ്പോഴത്തേനുള്ളൊരു വേദനയുണ്ടല്ലോ, അത് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാന്ന് പറയണം. ഇത് കേട്ട് നിർമ്മല പറഞ്ഞു, എനിക്കാണെ സഹിക്കാൻ പറ്റില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദ പറഞ്ഞു, എനിക്കാണെങ്കിൽ നിർമ്മലിന്റെ മനസ്സ് ഒരു പക്ഷേ നിർമ്മല് പിങ്കിനെ പോയി കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. ഇല്ലാന്ന് പറയണം. പിങ്കിനെ ഫേസ് ചെയ്യാണ്ട് ബുദ്ധിമുട്ടുണ്ടോന്ന് ചോദിക്കണം. അങ്ങനെ അതുകൊണ്ടൊന്നുമല്ല, എനിക്കെന്തോ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറയണം. വല്ലാത്തൊരവസ്ഥയാണ് നിർമ്മലിന്റെ മനസ്സിലും ഉണ്ടായിരുന്നത്. പിന്നീട് ഗൗതം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഗൗതമിന്റെ മുമ്പിലേക്ക് നിർമ്മലും നന്ദയും കൂടെ വരുന്നത്. അവരെ 2 പേരും കൂടെ ഒരുമിച്ച് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗൗതം ചോദിച്ചു, എന്ത് ധൈര്യം ഉണ്ടായിട്ടാ നന്ദ നീ ഇവനെയും കുട്ടി എന്റെ കൺമുന്നിലേക്ക് വന്നേന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദ ചോദിച്ചു, ഞാൻ എന്തിന് നിങ്ങളുടെ കൺമുന്നിലേക്ക് വരാതിരിക്കണം? ഇതുണ്ടല്ലോ, നിങ്ങൾക്ക് പിങ്കിയോടൊപ്പം കഴിയാമെങ്കിൽ എനിക്കെന്താ നിർമ്മലിനോടൊപ്പം കഴിഞ്ഞാൽ എൻ്റെ കൂടെയുള്ളവന് നിർമ്മലാണ്. നിർമ്മൽ ഞാൻ ഒന്നിച്ച് ജീവിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ഒരാളുടെ കൂടെ ജീവിക്കാമെങ്കിൽ പിന്നെ എനിക്ക് നിർമ്മലിനോടൊപ്പം ജീവിച്ചുകൂടെന്ന് ചോദിക്കാം. നന്ദാ നിങ്ങൾ കൂടെ ഒന്നും പറയണ്ട. അതെ, എല്ലാ കാലത്തും നിങ്ങളോടൊപ്പം ജീവിക്കാൻ ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. എൻ്റെ നിർമ്മലിന്റെ കുട്ടിയാണ് ഗൗരി എന്നൊക്കെ പറയണം. ഇതെല്ലാം കേട്ട് ഞാൻ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി ഗൗതത്തിന്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഗൗതം പറഞ്ഞു, നന്ദ നീ ഒരു അക്ഷരം പോലും മിണ്ടല്ലെന്ന് പറയണം. പിന്നെ മിണ്ടല് പോലും നിങ്ങൾക്ക് തോന്നിയാസം എല്ലാം കാണിക്കല്ലേ, ഒരു കുഴപ്പമില്ല. പിന്നെ എനിക്ക് മാത്രം എന്താ അതായാല് എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അവസാനം തന്റെ പോക്കറ്റിൽ കിടന്ന റിവോൾവർ എടുക്കുകയാണ് ഗൗതം. പിന്നീട് നിർമ്മലിനെ അവിടെ ഷൂട്ട് ചെയ്യണം. നന്ദ നിങ്ങൾ എന്താ കാണിച്ചതെന്ന് ചോദിച്ചോണ്ട് ഗൗതത്തിന്റെ വന്ന് കോളറിനെ പിടിക്കുകയാണ്. അതിൽ പക്ഷെ ഇതെല്ലാം സ്വപ്നമായിരിക്കും. ഇത്ര സമയം കണ്ടത് നിർമ്മലും നന്ദയും കൂടെ കയറി വരുന്നേ അവിടെ നിന്ന് ചിരിക്കുന്നതായ കാര്യങ്ങളൊക്കെ ഒരു പക്ഷെ കിടന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗൗതത്തിന് അങ്ങനെ തോന്നിയതായിരിക്കും. നിർമ്മലും നന്ദയും ഭാര്യ ഭർത്താക്കന്മാരാണ്, അപ്പൊ അവരുടെ കുട്ടിയാണ് ഗൗരി എന്നൊക്കെ ഉള്ളത്. ആ ഒരു ചിന്ത ഗൗതത്തിന്റെ മനസ്സിൽ പതിഞ്ഞുപോയി. അതുകൊണ്ടാണ് ഗൗതം ഇങ്ങനെ രാത്രി കിടന്ന് സ്വപ്നം കാണുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.